തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഏരിയയെ മാറിക്കൊണ്ടിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ സീനിക് ലൊക്കേഷൻ നിർമ്മിച്ച എല്ലാത്തരം ലക്ഷറി മോഡേൺ അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി തകർപ്പൻ 5 BHK വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. 5 ബെഡ്റൂംസും അതുകൂടാതെ എക്സ്ട്രാ ഒരു യൂട്ടിലിറ്റി റൂമും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് അറിയുന്നതിനെ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തിരുവനന്തപുരം സിറ്റി ബോർഡറിലായി സിറ്റി ലൈഫിലേക്ക് ഈസിലി ആക്സസിബിൾ ആയതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ സീനിക് ലൊക്കേഷൻ നോയ്സും പൊല്യൂഷനും ഒന്നും ഒട്ടും അഫക്ട് ചെയ്ത് പീസ്ഫുൾ ആയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു വീട്. കാണാൻ കഴിയുന്നത് പോലെ ഒരുപാട് വീടുകൾ അടങ്ങുന്ന വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയുടെ പാർട്ടാണ് ഈ ഒരു വീട്. വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ പോരാ, തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഏരിയ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനാണിത്. തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മഞ്ചാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു യൂട്ടിലിറ്റി സ്പേസും വലിയൊരു ബാൽക്കണിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഈവനിംഗ് ടൈം ഒക്കെ ആകുമ്പോൾ വീടിന്റെ ചുറ്റുമുള്ള LED ലൈറ്റിംഗ്സും ഓൺ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഈ ഏരിയയിൽ നിന്നുള്ള മുഴുവൻ വ്യൂവും വീടിന്റെ എൻഡിലായി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇവിടെ തന്നെ ഇത് കൂടാതെ മറ്റു വീടുകളും ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ്. ആ വീഡിയോസ് ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും. ഇനി ഈ വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ മോഡേൺ കണ്ടംപററി ഡിസൈൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ബിൽറ്റ് ക്വാളിറ്റിയിലും ലക്ഷറി ലുക്കിലും വൈറ്റ് ആൻഡ് വുഡൻ കളർ തീമിലാണ് വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ മുഴുവനായി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് ഈ ഏരിയയിൽ 70ാമതായി കംപ്ലീറ്റ് ചെയ്യുന്ന വീടാണ്. ഇതുകൂടാതെ 12 വീടുകൾ ഇനിയും സെയിലിന് അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എത്രമാത്രം ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ ആണെന്നുള്ളത്. അതിനോടൊപ്പം എല്ലാത്തരം നെസസറി സർവീസസും മറ്റു കാര്യങ്ങളും ഒക്കെ തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേരും ഈ ഏരിയയിൽ ഇപ്പോൾ റിസൈഡ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പോലീസ് ഓഫീസേഴ്സും ലോയേഴ്സും ഡോക്ടേഴ്സും ടെക്കീസും ഉൾപ്പെടുന്ന നല്ലൊരു VIP റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. വീടിന്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒരു ആർച്ചൊക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ഒരു ഗേറ്റിലൂടെയാണ്. ഈ ഗേറ്റ് എന്നത് ഫുള്ളി ഇലക്ട്രോണിക്കൽ ഡ്രിവൺ ആണെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വീടിന്റെ മുറ്റം എന്നത് മുഴുവനായി കല്ലുകളും ഗ്രാസുകളും ഒക്കെ പാകിക്കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. 3 കാറുകളും ബൈക്കുകളും ഒക്കെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് ആണ് വീടിന്റെ മുറ്റത്തായി ലഭിച്ചിരിക്കുന്നത്. ഒരു കവേർഡ് കാർ പോർച്ച് ഏരിയയും മോഡേൺ ഓപ്പൺ സിറ്റ് ഔട്ട് ഏരിയയും ഫ്രണ്ടിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പല പൊസിഷൻസിലായി ഗാർഡനിങ് ഓർ പ്ലാന്റേഷൻ പ്രൊവിഷൻസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. കാർ പോർച്ച് ഏരിയയിൽ ഉൾപ്പെടെ പ്രീമിയം ലുക്കിംഗ് നാച്ചുറൽ ഡിസൈൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വലിയൊരു കാർ തന്നെ ഈസിയായി പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്പേസ് കൊടുത്തുകൊണ്ടാണ് കാർ പോർച്ച് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. ഇനി ഇവിടെ നിന്നും വീടിന്റെ സിറ്റ് ഔട്ട് ഏരിയയുടെ മുന്നിലൂടെ റൈറ്റ് സൈഡിലേക്ക് പോയാൽ വീടിന്റെ പ്രൈമറി വാട്ടർ സോഴ്സ് ആയി കിണർ കാണാൻ സാധിക്കും. എപ്പോഴും ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ തന്നെയാണിത്. വീടിന്റെ ഈ സൈഡിലായും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്ലാന്റേഷൻ പ്രൊവിഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും വീടിന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ എക്സ്റ്റീരിയർ ഡിസൈനിങ് ഒക്കെ കണ്ട് ഈ ഫ്രണ്ടിലേക്ക് വന്നാൽ വീടിന്റെ സിറ്റ് ഔട്ട് ഏരിയ കാണാൻ സാധിക്കും. കാണാൻ കഴിയുന്നത് പോലെ ധാരാളം സ്പേസ് കൊടുത്തുകൊണ്ട് ഒരു വലിയൊരു സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു മോഡേൺ സിറ്റ് ഔട്ട് ഏരിയ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗിൽ വൈറ്റ് ടൈൽസും ബ്ലാക്ക് ഗ്രാനൈറ്റ്സും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഫോൾ സീലിംഗ് ഡിസൈനിങ്സും മറ്റ് ഡെക്കറേഷൻസും ഒക്കെ തന്നെ ഇവിടെ മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാതരം വുഡ് വർക്സിനും തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ഗ്രൗണ്ട് ഫ്ലോർ ലിവിംഗ് സ്പേസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ സെപ്പറേറ്റഡ് ആയ ഒരു ഡൈനിങ് ഏരിയയും 2 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു ഓപ്പൺ മോഡേൺ കിച്ചണും കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രൈവസിയും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. നല്ലൊരു വലിയ സിറ്റിംഗ് ഏരിയ തന്നെ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന വിശാലമായ ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും ഫ്ലോറിംഗിലായി കജേരയുടെ വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റിംഗ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പ്രീമിയം ലുക്കിൽ തന്നെ ഫോൾ സീലിംഗ് വർക്ക്സ് ഒക്കെ എല്ലായിടത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ വീടിന്റെ എല്ലാ സ്പേസിലും DC ഫാൻസ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ തന്നെ ഏത് കോർണറിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ വിഷ്വൽ കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് വാട്ടർഫോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയ ചെറിയ ഇൻഡോർ കോർട്ട്യാർഡ് സ്പേസ്. ഇവിടേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് ലഭിക്കുന്നതിനായി സീലിംഗിൽ ഓപ്പണിംഗ്സും സീത്രൂ ഗ്ലാസസും കൊടുത്തിട്ടുണ്ട്. 5 സെന്റ് സ്ഥലത്തിൽ 2600 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 5 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും വലിയ ഒരു ബാൽക്കണിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ വീടിന്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ലിവിംഗ് സ്പേസിൽ തന്നെ വാട്ടർഫോളിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇവിടെ സ്റ്റെയർകേസ് ഏരിയ കാണാൻ കഴിയും. ഇതിനെ കുറിച്ചൊരു കാര്യം എടുത്തു പറയാനുണ്ട്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തോ. അതിന് മുന്നേ ലിവിംഗ് സ്പേസിൽ നിന്നും അകത്തേക്ക് പ്രവേശിച്ചാൽ റൈറ്റ് സൈഡിലായി മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചണും ലെഫ്റ്റ് സൈഡിലായി ഡൈനിങ് സ്പേസ് ഏരിയയും കാണാൻ സാധിക്കും. ഇവിടെയും ലിവിംഗ് സ്പേസിൽ കണ്ട ആ ഒരു സിമിലർ ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു കോർണറിലായി വീടിനുള്ളിലേക്ക് ആദ്യം പ്രവേശിക്കുമ്പോൾ കാണാൻ കഴിയാത്ത ലൊക്കേഷനിൽ ഒരു വാഷിംഗ് ഏരിയയും അതുകൂടാതെ മറ്റ് കബോർഡ് വർക്സും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നല്ലൊരു പ്രീമിയം ലക്ഷറി ലുക്കിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇവിടെ നിന്നും കിച്ചണിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ലിവിംഗ് സ്പേസിലേക്ക് വന്നാൽ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ 2 ബെഡ്റൂംസ് 2 അറ്റാച്ച്ഡ് ബാത്റൂംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടെ കാണുന്നത് ആദ്യത്തെ ബെഡ്റൂം ആണ്. കാണാൻ കഴിയുന്നത് പോലെ നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
വീടിനകത്ത് 5 ബെഡ്റൂംസ് സിമിലർ സൈസസിൽ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏകദേശം 12x10 ഫീറ്റ് ഡയമെൻഷനിലാണ് ബെഡ്റൂംസ് എല്ലാം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത്. കാണാൻ കഴിയുന്നത് പോലെ ഒരു സൈഡിലെ ഫുൾ ഫ്ലെഡ്ജ് വാർഡ്രോബും അതുകൂടാതെ ഒരു മേക്കപ്പ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിനോടൊപ്പം തന്നെ ഒരു വർക്ക് ഏരിയ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കബോർഡ് വർക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഈ ഡോറിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീടിനുള്ളിലെ പൈപ്പ് ഫിറ്റിംഗ്സിനും മറ്റെല്ലാത്തരം സാനിറ്ററി ഫിക്സേഴ്സിനും സെറ, കോർസ എന്നീ ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. കാണാൻ കഴിയുന്നത് പോലെ ആദ്യത്തെ ബെഡ്റൂമിന് വളരെ സിമിലർ ആയി തന്നെയാണ് ഇതും ഒരുക്കി വെച്ചിരിക്കുന്നത്. കൂടുതൽ കളറിലുള്ള പെയിന്റിംഗ്സും ലൈറ്റ്സും ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് പ്രീമിയം വൈറ്റ് പെയിന്റിംഗും വോം എൽഇഡി ലൈറ്റിംഗും തന്നെയാണ് വീടിനുള്ള എല്ലാ സ്പേസസിലെയും ലക്ഷറി ലുക്കിന് കാരണം. ഇനി ഇവിടെ കാണുന്നത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. കാണുന്നത് പോലെ ആദ്യത്തെ ബാത്റൂമിന് വളരെ സിമിലർ ആയി തന്നെയാണ് ഇതും ഒരുക്കിയിട്ടുള്ളത്. ഇനി അടുത്ത് കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആ ഒരു മോഡേൺ മോഡുലർ ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടെ തന്നെ എൻട്രൻസിലായി സെർവിംഗ് ഒക്കെ എളുപ്പമാക്കുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു വുഡൻ തീമിൽ വോം എൽഇഡി ലൈറ്റിംഗ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കമ്പാർട്ട്മെന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല എഫിഷ്യന്റ് ആയി തന്നെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കിച്ചണിനുള്ളിലേക്ക് വരുമ്പോൾ ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസിനായി ക്യാബിനറ്റ്സ് ഒക്കെ തന്നെ താഴെ മുകളിലുമായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഇതൊക്കെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പ്രീമിയം ലുക്കിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ടെന്നത് എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു എൽ ഷേപ്ഡ് വൈറ്റ് നാനോ കൗണ്ടർ സ്ലാബിൽ 3 ബർണർ കുക്ക് ടോപ്പും സ്മോക്ക് എക്സോസ്റ്റിനായി ചിമ്മിനിയും സിങ്കും ഒക്കെ കൊടുത്തുകൊണ്ട് തീർത്തും എഫിഷ്യന്റ് ആയി തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഓപ്പോസിറ്റ് സൈഡിലെ ടോൾ യൂണിറ്റും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വോൾസിലായി കൊടുത്തിരിക്കുന്ന ടൈൽസും അതിന് പുറമെ കൊടുത്തിരിക്കുന്ന എൽഇഡി ലൈറ്റിംഗ്സും ഈ സ്പേസിന്റെ ലക്ഷറി ലുക്ക് ഒന്നുകൂടെ എടുത്തു കാണിക്കുന്നുണ്ടെന്ന് തന്നെ പറയാൻ കഴിയും. സീലിംഗിൽ നോക്കിയാൽ കിച്ചണിലും ഫോൾ സീലിംഗ് വർക്ക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ധാരാളം സ്പേഷ്യസ് ആയി തന്നെ നിർമ്മിച്ച ഈ ഒരു കിച്ചണിന്റെ ഫ്ലോറിംഗിലേക്ക് നോക്കിയാലും നോൺ സ്ലിപ്പറി ആയ ഒരു ഗുഡ് ലുക്കിംഗ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്പേസിലായി കവർ ചെയ്തുകൊണ്ട് ഒരു വർക്ക് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ സ്ലാബും സിങ്കും മറ്റ് സ്റ്റോറേജ് ഓപ്ഷൻസും ഒക്കെ തന്നെ ഇവിടെയും അവൈലബിൾ ആണ്. ഇനി ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നനകല്ലും വാഷിംഗ് ഏരിയയും വേസ്റ്റ് ഒക്കെ ഇൻസെൻറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും LPG സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാൻ കഴിയുന്ന കേജസും കാണാൻ കഴിയും. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന ഈ ഒരു സ്റ്റെയർ കേസിലേക്ക് വന്നാൽ ഇത് നല്ല പ്രീമിയം ലുക്കിൽ തന്നെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഹാൻഡ് റെയിൽസ് ഒക്കെ തന്നെ തടിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ വാൾസിലായി കൊടുത്തിരിക്കുന്ന പെയിന്റിംഗ്. ഇതൊരു പെയിന്റിംഗ് അല്ല, സിൽക്ക് പ്ലാസ്റ്ററിംഗ് ആണ്. കാണുന്നത് പോലെ തൊട്ട് നോക്കുമ്പോൾ തന്നെ സിൽക്ക് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പ്ലാസ്റ്ററിംഗ് മെത്തേഡ് തന്നെയാണ് ഈ വീടുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർത്തും മോഡേണും എഫിഷ്യന്റുമായ ഒരു 5 BHK വീടാണ് ഇതെന്ന് പറയാൻ കഴിയും. ബ്യൂട്ടിഫുൾ ആയ നാച്ചുറൽ ഫ്രണ്ട്ലി ഇന്റീരിയർ ഡിസൈനിങ്ങിന് പുറമെ ഈ ഒരു ഏരിയയിലേക്ക് മാക്സിമം നാച്ചുറൽ ലൈറ്റ് ലഭിക്കുന്നതിന് സീലിംഗിൽ സീത്രൂ ഗ്ലാസും ഓപ്പണിംഗ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർ കേസ് ഏരിയയുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ വളരെ വിശാലമായ ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ ഒരു സൈഡിലെ ഒരു സ്റ്റഡി ഏരിയ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കബോർഡ് ഉൾപ്പെടുന്ന ഒരു സ്പേസും മറ്റു സൈഡിലെ ഒരു TV യൂണിറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ലിവിംഗ് സ്പേസ് ആയി യൂസ് ചെയ്യാൻ കഴിയുന്ന സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ഫ്ലോർ ലിവിംഗ് സ്പേസിലെ ഈ ഒരു കോർണറിലേക്ക് വന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു ചെറിയ കോർട്ട്യാർഡ് സ്പേസിലേക്കുള്ള ഓപ്പണിംഗ്സ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫ്ലോറിലാകെ മൊത്തം വളരെ വിശാലമായ ഒരു ഫസ്റ്റ് ഫ്ലോർ ഹോളും 3 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു യൂട്ടിലിറ്റി സ്പേസും ഒരു ബാൽക്കണിയുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്റീരിയർ ഡിസൈനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട ആ ഒരു പ്രീമിയം ഇന്റീരിയർ ഡിസൈനിങ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിട്ടുള്ളത്. തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു ഹോളിലെ ഈ ഒരു സ്പേസിലായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു കമ്പ്യൂട്ടർ ടേബിളായി കബോർഡായി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റഡി ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്പേസിലേക്ക് വന്നാൽ നല്ലൊരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്ത ഒരു ഫാമിലി മീറ്റിംഗ് സ്പേസ് ആയ ഗെറ്റ് ടുഗദർ പ്ലേസ് ആയി യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഒരു സെക്കൻഡറി TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു TV തന്നെ വളരെ ഈസിയായി പ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസും മറ്റ് സ്റ്റോറേജ് ഓപ്ഷൻസും ബാക്കിലെ സിൽക്ക് പ്ലാസ്റ്ററിംഗും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ 3 ബെഡ്റൂംസും 2 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു യൂട്ടിലിറ്റി സ്പേസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിന് സിമിലർ ആയ ആദ്യത്തെ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. ഇനി വീടിന്റെ ജനറൽ ഡീറ്റെയിൽസിനെയും ലൊക്കേഷനെയും പറ്റി പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ തിരുമലയ്ക്ക് സമീപം തച്ചോട്ടുകാവ് മഞ്ചാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ട് തന്നെ അവൈലബിൾ ആയ ഒരു ലൊക്കേഷന് വെറും 50 മീറ്റർ മാത്രം അകത്തേക്കാണ് ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയ പണി കഴിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ തന്നെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ ഏരിയ മാറിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയ സീനിക് ലൊക്കേഷനും നാച്ചുറൽ ഫ്രണ്ട്ലി എൻവയോൺമെന്റുമാണ് ഇവിടെ ലഭിക്കുന്നത്. വീട് വരെയും 5 മീറ്റർ വീതിയുള്ള ടാർ റോഡ് തന്നെ അവൈലബിൾ ആണ്. അതുകൂടാതെ സ്കൂൾ, കോളേജസ്, ഹോസ്പിറ്റൽസ്, ഗ്രോസറീസ് എന്നിങ്ങനെ എല്ലാത്തരം അത്യാവശ്യ സേവനങ്ങളും വീടിന് തൊട്ടടുത്ത് തന്നെ അവൈലബിൾ ആണ്. ഇനി ബസ് സ്റ്റോപ്പ് വേണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നും ജസ്റ്റ് ഒന്ന് നടന്ന് കയറിയാൽ തന്നെ ബസ് സ്റ്റോപ്പ് തന്നെയാണത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർക്കും തിരുവനന്തപുരത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നവർക്കും ഒരുപോലെ ഈസി ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണിത്. ഒരു ചിൽഡ്രൻ റൂമായോ സ്റ്റഡി റൂമായോ അതുകൂടാതെ ഒരു ഹോം തിയേറ്റർ ആയോ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ തന്നെ തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു യൂട്ടിലിറ്റി റൂമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാൽ ടെറസ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് ഏരിയ കാണാൻ കഴിയും. വളരെ വിശാലമായ ഒരു ടെറസ് ഫ്ലോർ സ്പേസ് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി സ്പേസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വളരെ സ്യൂട്ടബിൾ ആയ ഒരു സ്പേസ് തന്നെയാണിത്. ഇവിടെ കാണാൻ കഴിയുന്ന പോലെ ഇത്രയും വീടുകൾ ഇറങ്ങുന്ന വലിയൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. അതിനോടൊപ്പം ഇവിടെ നിന്നുള്ള ഈവനിംഗ് ടൈമിലെ ആ ഒരു സീനിക് വ്യൂവും കാണാൻ കഴിയും. വൈകിട്ടൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ നിൽക്കാൻ നല്ലൊരു ഫീല് തന്നെയാണ്. കാര്യം നല്ല എപ്പോഴും സ്പീഡിലുള്ള കാറ്റൊക്കെ വീശുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണിത്. ഇനി ഇവിടേക്ക് വന്നാൽ
ഫ്രണ്ട് എക്സ്റ്റീരിയറിൽ നിന്നുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ഏറ്റവും വലിയ അട്രാക്ഷനായ ബാൽക്കണി സ്പേസ് കാണാൻ കഴിയും. തൊട്ടു മുന്നേ പറഞ്ഞതുപോലെ നല്ല ലെങ്തിലുള്ള വീതിയിലുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ലക്ഷറി ഇന്റീരിയർ ഡിസൈനിങ്ങിലും പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയിലും എല്ലാ തരത്തിലും മോഡേൺ ആൻഡ് എഫിഷ്യന്റ് ആയി നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു പ്രീമിയം 5 BHK വീടിന്റെ ആസ്കിംഗ് പ്രൈസ് എന്നത് 1,20,00,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുന്നതിന് 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. കൂടുതൽ ഡീറ്റെയിൽസിനും വീട് വിസിറ്റ് ചെയ്യുവാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ വീടുകളൊക്കെ ഒരു പ്ലേസ് ടാക്കി ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.